വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മത്സരം. എഫ് സി ഗോവ 2 ഗോളിനും ക്ലീൻ ഷീറ്റോടുകൂടിയും വിജയിച്ചിരിക്കുകയാണ്. അവർക്ക് 42 പോയിൻ്റ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് 24 പോയിൻറ്റും 8ാം സ്ഥാനത്തായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഈ കളിയുടെ തോൽവിയോടുകൂടി 10ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമായ മത്സരമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 മാച്ച് കൂടി ഉണ്ട്. എന്നിരുന്നാലും ഇനി ഒരു കണക്ക് കൂട്ടലിനും കേരള ബ്ലാസ്റ്റേഴ്സ് സാധ്യത നൽകാതെ സെമി സാധ്യത ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. KVFCയുടെ ഭാഗത്തു നിന്നും എടുത്തു പറയാൻ ആകെയുള്ളത് ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ഡിഫൻസ് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അവരുടെ ഭാഗത്തു നിന്ന് നല്ല ഡിഫൻസാണ്. 2 ടീമിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ മൂവ്മെൻറ്റ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. ഡ്രാസിക്കിൻ്റെ നല്ലൊരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഗോളി മാത്രം മുന്നിലുള്ള ഒരു ചാൻസ് അദ്ദേഹത്തിന് തുറന്ന് കിട്ടിയെങ്കിലും ഗോളിയുടെ നല്ലൊരു സേവിലൂടെ അത് അവസാനിച്ചു. എടുത്തു പറയാൻ ആ ഒരു ഇത് മാത്രമേ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ കളിയുടെ തുടക്കത്തിൽ തന്നെ അവരുടെ ഡ്രാസിക്കിൻ്റെ നല്ലൊരു ഷൂട്ട് ഗോളി തടഞ്ഞെങ്കിലും റീബൗണ്ട് സ്വീകരിച്ച് ഗോരോചന അവരുടെ ആദ്യ ഗോൾ നേടി. 73ാം മിനിറ്റിൽ ഗോരോചനയുടെ ഇടത് വിങ്ങിലൂടെയുള്ള മുന്നേറ്റം നല്ലൊരു പാസ് സ്വീകരിച്ച് യാസിർ ഗോൾ നേടി. അങ്ങനെ ഗോരോചന അവരുടെ അറ്റാക്കിന് നേതൃത്വം വഹിച്ച് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി. അതുപോലെ തന്നെ ഡിഫൻസിൽ ഒഡയും സന്ദേശിങ്ങനും നല്ല മികച്ച ഡിഫൻസ് കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിൽ ഗോൾ നേടുന്നതിലോ ഒരു പഴുതും അവർ അനുവദിച്ചില്ല. റഫറിയുടെ ഭാഗത്തു നിന്നും തെറ്റായ 1-2 തീരുമാനങ്ങളും കാണാൻ കഴിഞ്ഞ മത്സരം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയതോടുകൂടി ഇനി സെമി സാധ്യതയില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് 3 മത്സരം നല്ല രീതിയിൽ കളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.